ഗാന്ധിയൻ ദർശനവേദിയുടെ ആഭിമുഖ്യത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനാചരണം നടത്തി. സ്വാതന്ത്ര്യ സമരചരിത്രത്തിന്റെ പൂർണ്ണരൂപം പുതിയ തലമുറയ്ക്ക് മനസ്സിലാകും വിധം പാഠ്യപദ്ധതിയിൽ നിർബന്ധമായും ഉൾപ്പെടുത്തണമെന്ന് ഗാന്ധിയൻ ദർശനവേദി ചെയർമാൻ ബേബി പാറക്കടൻ പറഞ്ഞു. ക്വിറ്റ് ഇന്ത്യ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സർവോദയ മണ്ഡലം, ഗാന്ധിയൻ ദർശനവേദി തുടങ്ങിയ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് ക്വിറ്റ് ഇന്ത്യ ദിനാചരണം സംഘടിപ്പിച്ചത്. അനുസ്മരണ സമ്മേളനത്തിൽ കേരള സർവോദയ മണ്ഡലം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം.ഇ. ഉത്തമക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. സർവോദയ മണ്ഡലം സംസ്ഥാന ജനറൽ സെക്രട്ടറി എച്ച്. സുധീർ മുഖ്യപ്രഭാഷണം നടത്തി. കേരള രാഷ്ട്രീയ പഠന ഗവേഷണ കേന്ദ്രം ചെയർമാൻ പി.ജെ. കുര്യൻ പുനർ അർപ്പണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഗാന്ധി ദർശനവേദി സംസ്ഥാന സെക്രട്ടറി കലവൂർ വിജയകുമാർ, എ. ഷൌക്കത്ത്, ഗാന്ധി ദർശനവേദി ജില്ലാ പ്രസിഡന്റ് ഹക്കീം മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച അധ്യക്ഷ പ്രസംഗത്തിൽ കുറുവയാട്ടൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ദിനമാണ് 1942 ഓഗസ്റ്റ് 9. അതിന്റെ അനുസ്മരണമാണ് ഇന്ന് ഇന്ത്യയിലെമ്പാടും ചുരുക്കം ചില വിദേശ രാജ്യങ്ങളിലും ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഐതിഹാസികമായ സമരമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് സമരം ചെയ്തു. 1857 ആ സമര കാലഘട്ടം മുതൽ ബോംബെ കലാപമെന്നും ചിപ്പായി ലഹളയെന്നും പറയുന്ന ആ സമരത്തോടു കൂടി സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം ആരംഭിക്കുകയാണ്. ആ സമരത്തിന്റെ തുടർച്ച 1947 ഓഗസ്റ്റ് 15 ഭാരതം സ്വാതന്ത്ര്യം നേടുന്നതുവരെ ആ സമരം അഭദ്രമായി ഭാരതത്തിൽ എമ്പാടും നടന്നു വന്നിരുന്നു എന്നുള്ളത് ചരിത്ര വിദ്യാർത്ഥികൾക്കും നമുക്കേവർക്കും അറിവുള്ള വസ്തുതയാണ്. ഇങ്ങനെ ഒരു നൂറ്റാണ്ടുകാലം നീണ്ടുനിന്ന സമരത്തിലെ ഏറ്റവും നിർണായകമായ ദിനമാണ് 1942 ഓഗസ്റ്റ് മാസം 8 എന്നുള്ളത്. 8-ാം തീയതി ബോംബെയിൽ കൂടിയ കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനം. ബോംബെയിൽ കൂടിയ ആ ദേശീയ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവിടെ അവതരിപ്പിക്കുന്നതും